1986 BBS പാസ്സായി. അന്ന് സർജിക്കൽ ഗ്യാസ്ട്രോണമി ഞാൻ അത് കേട്ടിട്ടേ ഉള്ളൂ, അതിനെ പറ്റി കൂടുതലൊന്നും അറിയത്തില്ല. അന്നൊരു പോസ്റ്റ് അവിടെ ഒരു വേക്കൻ്റ്, ഒരു ട്യൂട്ടറിൻ്റെ പോസ്റ്റ് വേക്കൻ്റ്, അവിടെ പോകാൻ ആളില്ല. അപ്പോൾ വെറുതെ നിൽക്കുന്ന എന്നെ ബാബു സുഭാഷ് സാറാണ് വിളിച്ചത്. ഞങ്ങളുടെ കൂടെ വന്ന് ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തി. എന്നെ ഫാക്കൽറ്റി എന്നൊക്കെ വിളിക്കുന്നത് അതിക്രമമാണ്. അവിടെ ഞാൻ ചെന്നു. ഞാൻ മാത്രമേ ആപ്ലിക്കൻ്റായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നുകൊണ്ട് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് വിശ്വസിച്ചില്ല. ഞാനത് വിചാരിച്ചത് വെറുതെ പറയുന്നതാണ്. എന്നെ വിളിച്ച് ഒരു ലോഹ്യം പറഞ്ഞു എന്ന് മാത്രം. 2-3 ദിവസം പോയില്ല. അതിനുശേഷം ജോലാൽ സാറാണ് വന്നത്. നിങ്ങളെ വിളിച്ചപ്പോൾ ജോയിൻ ചെയ്യിപ്പിച്ച് നിങ്ങൾ എന്താണ് ഇതുവരെ വരാത്തത്? അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നെ ഇവിടെ ഇതിനകത്ത് ട്യൂട്ടറായിട്ട് എടുത്തിരിക്കുന്നു. ഈ സിലിബയിൽ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ എന്നെയും ഒരു ഫാക്കൽറ്റിയായിട്ട് എടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയത് ഞാൻ അപ്പോഴാണ്. ശിവരാജ് സാറും മാത്യു ഗോയിസ് സാറുമാണ് ഉണ്ടായിരുന്നത്. മാത്യു ഗോയിസ് സാറിൻ്റെ ബ്രദർ എൻ്റെ ക്ലാസ്മേറ്റാണ്, വൈഫിൻ്റെ ക്ലാസ്മേറ്റാണ്. അതുകൊണ്ട് അവർ തമ്മിൽ എനിക്ക് വളരെ അടുത്ത ബന്ധമാണുള്ളത്. അന്ന് ബാബു സുഭാഷ് സാറായിരുന്നു HOD. എന്നാലും ഞാൻ സർജറിയിൽ അന്ന് ഹൗസൈനാണെന്നുള്ള ആൾക്കുള്ള സ്കിൻ ഫ്യൂച്ചറാണ്. അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും കണ്ടത് സർജിക്കൽ ഗ്യാസ്ട്രോയിൽ വെച്ചാണ്. എന്നെ കൊണ്ട് വലിയ അതിക്രമങ്ങളൊക്കെ സാർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഇവർ റിസെക്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെ പോളിസിസ്റ്റോ ജെജിനോസ്റ്റമി ചെയ്യാൻ ആരുമില്ല. ഇതൊക്കെ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ ഞാൻ ചെയ്തു. എങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് തന്നെ അറിഞ്ഞുകൂടാ. അന്ന് എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാം സർജറി ട്രെയിനർ ആയിട്ട് സർജിക്കൽ ഗ്യാസ്ട്രോയിൽ വരും. അവരെ എന്നെ കണ്ടാണ് പഠിക്കുന്നത്. എനിക്കൊരു അവസരം കഴിയുമ്പോൾ നാണക്കേടായി. ഞാൻ 89 ഏപ്രിൽ തൊട്ട് 90 ഏപ്രിൽ വരെ കണ്ടായിരുന്നു. ബോണി എമ്മാണ് എന്നെ റീപ്ലേസ് ചെയ്യാൻ വന്ന ആള്. ബോണി വന്ന് ജോയിൻ ചെയ്തതോടുകൂടി ഞാൻ അവിടുന്ന് പുറത്തായി. ഞാൻ പിന്നെ ആർമിയിൽ പോയി. പിന്നെ ഇപ്പോൾ ഫിസിഷ്യനാണ്. ഇപ്പോൾ SK ഹോസ്പിറ്റലിലാണ് റിട്ടയർ ചെയ്തു. സൂപ്രണ്ടല്ല, ഒരു അക്കാഡമിക് ഡയറക്ടർ എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ അവിടെ നിൽക്കുകയാണ്. ഇങ്ങനെ അതായത് സുരാജ് സാറിനെയും അത്യഗോയ് സാറിനെയും കണ്ടതിൽ വളരെ സന്തോഷം. അതോടൊപ്പം വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. സർജിക്കൽ ഗ്യാസ്ട്രോക്ക് അക്രഡിറ്റഡ് ആണ് ഇപ്പോൾ SK ഹോസ്പിറ്റൽ. നമുക്ക് 2 സ്റ്റുഡൻസിനെ അലോട്ട് ചെയ്തിട്ടുണ്ട്. സാറും ബൈജു സാറും സുഭാഷുമാണ് എൻ്റെ ആൾക്ക്. തീർച്ചയായിട്ടും നാളെ തൊട്ട് അവർ ജോയിൻ ചെയ്തെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവരെ ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. താങ്ക് യു. എന്നെ വിളിച്ചതിനും ഇവിടെ വരുന്നതിനും താങ്ക് യു.